പ്രണയമാണ്. അതെങ്ങനെയാണ് തുടങ്ങുന്നത്, അതെങ്ങനെയാണ് വികസിക്കുന്നത്, അതെങ്ങനെയാണ് അവസാനിക്കുന്നത് എന്നൊക്കെ നന്നായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ്. കാരണം ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. ഈ പ്രണയിക്കുന്ന ആണിനോടും പെണ്ണിനോടും നമ്മൾ തുടക്കത്തിൽ പറയുന്നത് എന്താണോ അത് അവസാനം അവരിങ്ങോട്ട് പറഞ്ഞുതരും. ഒരു ഉളുപ്പുണ്ടാവില്ല. അതാണ് തുടക്കത്തിൽ അവരോട് നമ്മൾ പറയുന്ന സംഗതി എന്താണോ അത് അവസാനം അവരിങ്ങോട്ട് പറഞ്ഞുതരും. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ? ഇവരിങ്ങനെ ഈ ഒരു ബന്ധം തുടങ്ങുമ്പം പറയും, മോനെ ഇതെല്ലാം വെറുതെയാണ്, ഇതെല്ലാം പൊട്ടച്ചരമാണ്, ഒന്നുമില്ല, ഉള്ളു പൊള്ളയാണ്, വെറുതെ സമയം കളയാന്നേ ഉള്ളൂ. വെറുതെ എത്ര കുട്ടികളുണ്ടെന്നറിയോ അവരുടെ കരിയർ നശിപ്പിച്ച് എന്നിട്ട് ഇപ്പോഴും ഇതേ സപ്ലൈ ചെയ്ത് നടക്കുന്ന. +2 മുഴുവൻ വിഷയത്തിനും A+ ഓടിച്ചു. എന്നിട്ട് ആ സ്കൂളിന്റെ സ്വീകരണം വാങ്ങിയവർ അവരൊക്കെ ഈ +2 ശേഷം പ്രേമം തുടങ്ങിയിട്ട് പേപ്പറുകൾ ബേക്കായി. എങ്ങനെ ബേക്കാവാതിക്കുക? അവള് പറയുന്നത് വാങ്ങിച്ചു കൊടുക്കണം. 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെയാണ് ഫോണിൽ സംസാരിക്കുക. സുബ്ഹാനല്ലാഹ്, 3 മണിക്കൂർ 4 മണിക്കൂർ ഇവരൊക്കെ പിടിച്ച് സ്റ്റേജിൽ കയറ്റണമെന്ന് എന്റെ അഭിപ്രായം. കാരണം 1.5 മണിക്കൂർ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മളെപ്പോലുള്ള പാവങ്ങളുടെ വിഷയം തീർന്നു പോകും. പിന്നെ എന്താ പറയാനുണ്ടാവില്ല. ഇവർ 3 മണിക്കൂർ 4 മണിക്കൂർ എന്തായി സംസാരിക്കുന്നത്? ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോ ഉമ്മ വിളിക്കാറുണ്ട്. ഒരു 5-10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെന്തുണ്ട്, വേറെന്തുണ്ട്, പിന്നെന്തുണ്ട് മാത്രമാവും. തന്നെ പറയും, ഉമ്മ ഇനി ഒന്നും പറയാനില്ല, ഞാൻ വിളിക്കാം, ഇൻഷാ അല്ലാഹ്, അസ്സലാമു അലൈക്കും എന്നിട്ട് വെക്കലാണ്. കാരണം അതിനോടൊന്നും പറയാനൊന്നുമില്ല, വിഷയങ്ങൾ തീർന്നു. പക്ഷെ ഇതൊന്നും 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇരുന്ന് അത്ഭുതം തോന്നാറുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്താണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത്? അത് വല്ലാത്തൊരു ലഹരിയാണ്. ചില സംസാരങ്ങൾ കേൾക്കാനും ഇടയായിട്ടുണ്ട് കേട്ടോ. കട്ടുകേട്ടതൊന്നുമല്ല, യാദൃച്ഛികമായിട്ട് കേട്ടുപോയതാണ്. അതായത് എന്താ ഇന്ന് കഴിച്ചതെന്ന് ചോദിച്ചാല് ചപ്പാത്തി, 3 ചപ്പാത്തി, പച്ചക്കറിയിൽ 1 ക്യാരറ്റിന്റെ കഷ്ണം, 1 ഉരുളക്കിഴങ്ങ്, ഇതൊക്കെയാണ് വിശദീകരിച്ചു കൊടുക്കുക. ഒരാവശ്യമില്ലാത്ത സംസാരം, മണിക്കൂറുകളും മിനിറ്റുകളും വെറുതെ പടച്ചോന്റെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതെങ്ങനെ അധികം നിങ്ങളുടെ പ്രായത്തിലുള്ള ആളുകളുടെ അധിക പ്രേമം തുടങ്ങുന്നപ്പോ അറിയോ? ഫ്രണ്ട്ഷിപ്പിലൂടെയാണ്. ഫ്രണ്ട്ഷിപ്പല്ല മക്കളെ, അത് ഫ്രണ്ട്ഷിപ്പല്ല. നിങ്ങൾക്ക് തോന്നാണ് അത് ആരെങ്ങളോട് പറഞ്ഞത് അത് ഫ്രണ്ട്ഷിപ്പാണ്? അത് ഫ്രണ്ട്ഷിപ്പല്ല, ശുദ്ധ പോയറ്റമാണത്. അത് ഫ്രണ്ട്ഷിപ്പാണെന്ന് വിശ്വസിക്കുന്നത്. എല്ലാം ഷെയർ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവും ഇവനോട് പറയാം. എന്നിട്ട് എന്താ അറിയോ? വീട്ടിൽ ഉമ്മൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇവന് വേഗം മെസ്സേജ് അയക്കാം, ഐ എം വെരി അപ്സെറ്റ്, ഐ എം നോട്ട് ഇൻ എ ഗുഡ് മൂഡ്, ഭയങ്കര പ്രശ്നമാണ്, കുഴപ്പമാണ്. അപ്പൊ ഓൻ അങ്ങോട്ടൊരു സ്മൈലി, കരഞ്ഞിട്ട് സ്മൈലി. ഓന് ശരിക്കും ഇവിടുന്ന് ചിരിക്കുണ്ടാവും. ഈ പെണ്ണിന് വേറെ പണിയൊന്നുമില്ല, നട്ടപ്പായിരൊക്കെ, ഐ എം നോട്ട് ഇൻ എ ഗുഡ് മൂഡ്. എന്നിട്ട് അതിങ്ങനെ ഇവനയച്ച സ്മൈലി നോക്കിയിട്ട് ഇവള്, ഞാൻ എൻ്റെ ഒരു വിഷമം പറഞ്ഞപ്പോ കരഞ്ഞുപോയി, പാവം. അപ്പൊ എത്ര സ്നേഹമാണ് എന്നോട്. ഇവനെപ്പോലത്തെ അവനെ കിട്ടണം. ആ കിട്ടണം ലാസ്റ്റ് കെട്ടണം എന്നാവും. അപ്പൊ റൂട്ട് മാറുമ്പോ ഈ ബന്ധം ഇങ്ങനെ തുടങ്ങുമ്പോ നമ്മളെപ്പോലെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും, മോനെ ഇത് വേണ്ടാത്ത പോക്കാണ്. ഇപ്പം പറയും, ഇത് വേണ്ടാത്ത പോക്കെന്നാണല്ലോ. പിന്നെ ഇത് മുറുകി അവസാനം വീട്ടിലെത്തും. അധികം ഒരേ പ്രായക്കാരായിരിക്കും, അല്ലെ? ശരിയല്ല ഞാൻ പറയുന്നത്? ഒരേ പ്രായക്കാരായിരിക്കും അധികവും. ഇവന് കോഴ്സ് കഴിഞ്ഞിട്ട് ഇവന് പണിയൊക്കെ നേടണം, ജോലിയൊക്കെ നേടണം. അവളെ വീട്ടിൽ നിന്ന് കല്യാണാലോചന തുടങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ അപൂർവം കേസുകൾ വീട്ടുകാർ തമ്മിൽ സംസാരിക്കും, എന്നാലും ഉടക്കിപ്പോവും അവസാനം. എന്നിട്ട് ഓള് വേറെ കല്യാണം കഴിച്ച് ഇവനൊരു 1-2 മാസം ഇങ്ങനെ നിരാശാകാമുകനായിട്ട് ഇങ്ങനെ നടക്കും. ആ 1-2 മാസം കഴിഞ്ഞാൽ ഓൻ ശരിയാവും. എന്നിട്ട് ഓൻ വലിയ മുൽത്താനായിട്ട് ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം ഇങ്ങോട്ട് വന്ന് പറഞ്ഞുതരും, ഇതൊക്കെ വെറുതെ കേട്ടോ, പോയത്താണ്, ഒന്നുമില്ല, സീറോ. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ അവരോട് അങ്ങോട്ട് പറയുന്ന കാര്യം അവസാനം അവരിങ്ങോട്ട് നമ്മളോട് പറഞ്ഞുതരും. അതുകൊണ്ട് ആ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ല ബുദ്ധിയുള്ള ആണും പെണ്ണും തുടക്കത്തിൽ മനസ്സിലാക്കും. അതുകൊണ്ട് ആ പരിപാടിക്ക് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിൽക്കണ്ട. ഓരോന്നിനും ഓരോ പ്രായം നിശ്ചയിച്ചിട്ടില്ലേ? ഉണ്ട്. നല്ലൊരു ഇണയെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള പക്വത വരണമെങ്കിൽ ഈ പ്രായം വിടണം. ഈ പ്രായത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഇണ നല്ലതായിരിക്കൂല, ആവേശപ്പുറത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. അതുകൊണ്ട് ഈ പ്രായത്തില് ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ ഉണ്ടാവും. ഉള്ളിലില്ലാത്ത മനുഷ്യനല്ലല്ലോ, മലക്കല്ലേ. ഉള്ളിൽ ഒരാളോടും പ്രേമം തോന്നുന്നില്ല. ഒരാൾ വന്നിട്ട് പറയാൻ, ഞാൻ ഭയങ്കര സംഭവമാണ്, എനിക്ക് അങ്ങനെ ഒരു പ്രേമേ തോന്നുന്നില്ല. അവനെ നമ്പണ്ട. കുടിച്ച വെള്ളത്തെ നമ്പാൻ പറ്റൂല, കാരണം അത് കളവാണ്. അല്ലെങ്കിൽ അവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഡോക്ടറെ കാണിക്കേണ്ടി വരും. ഉള്ളിൽ അങ്ങനെ തോന്നിക്കോട്ടെ, പക്ഷെ നമ്മളെന്ത് ചെയ്യരുത്, ആ ചിന്തക്ക് വശംവദരാകരുത്. വശംവദരായിപ്പോയാൽ
പിന്നെ നമ്മുടെ കൺട്രോളിലായിരിക്കില്ല അത്. പിന്നെ അത് ഡിപ്രഷനിലാവും, ഒരുപാട് പ്രശ്നങ്ങളാവും, പ്രയാസങ്ങളാവും, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാണ്ടാവും, കുടുംബത്തിൽ ചീത്തപ്പേരാവും. ഒരു വട്ടം പ്രേമിച്ചാവും മരിക്കുന്നവരെ പ്രേമിക്കുന്നവനാ. ഒരു വട്ടം ഒരാൾ പ്രേമിച്ചാൽ ഓ മരിക്കുന്നവരെ കുടുംബത്തിൽ പ്രേമിച്ചവനാണ്. ഒരു പെണ്ണ് പ്രേമിച്ചാലോ ഓള് മരിക്കുന്നവരെ കുടുംബത്തിൽ ആ ചീത്തപ്പേര് തേച്ചാലും മാച്ചാലും പോവില്ല. അതുകൊണ്ട് മക്കളെ, ആ പണിക്ക് നിങ്ങൾ നിൽക്കരുത്. അത് ഇപ്പൊ തുടർന്നു പോകുന്നുണ്ടെങ്കിലും അത് എത്ര ഊഷ്മളമാണെങ്കിലും വേരുകൾ കൂടുതൽ കൂടുതൽ മനസ്സിലേക്ക് ഇറങ്ങുന്തോറും അത് പറിച്ചെറിയുമ്പോൾ ബ്ലീഡിങ് കൂടും, പ്രയാസം കൂടും. അതുകൊണ്ട് നന്ന ഇറങ്ങുന്നതിന്റെ മുമ്പ് അത് പറിച്ചെറിഞ്ഞാൽ, ഇനി നന്ന ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താളാ അതങ്ങോട്ട് പറിച്ചെറിഞ്ഞാളാ. അത് ഉപകാരത്തിനുള്ളതല്ല, അത് എന്തായാലും ദോഷത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ.